ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നെക്സ്റ്റ് പ്രോ. ഓക്കെ, അപ്പോൾ നീണ്ട ഒരു CPM 1 ഇതിന് ശേഷം ഞാൻ CPM 2 കയറ്റിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ കളിക്കേണ്ടതെന്ന് എനിക്കറിയാം. അതായത് കളിക്കേണ്ടതെന്ന് അങ്ങനെയല്ല, ഞാനിതിലൊരു ബിഗിനറാണ്. സോ എനിക്കിത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു ഷിവിക്ക് വാങ്ങിച്ച് അതിൻ്റെ ബാക്കിൽ നെക്സ്ട്രോ എന്ന് പിന്നെ വീൽസൊക്കെ ഇട്ടപ്പോഴേക്കും എൻ്റെ പൈസ പോയി. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നെക്സ്ട്രോ യൂട്യൂബിൽ നിന്ന് സാധാരണ എഴുതുന്നതാണ്. പക്ഷേ അലോയ് വീൽസൊക്കെ ഇടാൻ വേണ്ടി ഞാൻ പൈസ സേവ് ചെയ്ത് അവസാനം ബാക്കിയുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് എഴുതാൻ വെച്ചു. പക്ഷേ ഈ റൂംസും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേക്കും പൈസ മാത്രം തീർന്നു. പിന്നെ വണ്ടി ഞാൻ ലോവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എൻ്റെ ഡിവൈസ് അത്ര പവർഫുൾ ഡിവൈസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഗ്രാഫിക്സ് ഒന്നും വെക്കുന്നില്ല. ഞാൻ ഹൈ ഇട്ട് നോക്കണം, ലാഗ് അടിക്കും. ഫോൺ അത്ര അടിപൊളി ഫോണൊന്നും അല്ല, കുഴപ്പമില്ല. ഇതിൻ്റെ FPS എവിടെ ഉണക്ക്? FPS ഗ്രാഫിക്സ് FPS എവിടെ നോക്കുക? FPS എങ്ങനെ ഓണാക്കണേ? FPSൻ്റെ റേറ്റിംഗ് ക്വാളിറ്റി ഫോഗ് അഡീഷണൽ ഇതിലൊന്നുമില്ല. കുഴപ്പമില്ല, അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്തായാലും മീഡിയത്തിൽ തന്നെ ഇടുകയാണ്. എൻ്റെ അത്ര പവർഫുൾ ഡിവൈസൊന്നുമല്ല. പിന്നെ റെസൊല്യൂഷൻ കുറച്ച് കൂട്ടിയിടുക, കാരണം അത് ഭയങ്കര ബ്ലറായി പോയി. ഒരു 20 കടക്കട്ടെ. ഫ്രെയിം റേറ്റ് ബാക്കിയൊന്നും ചെയ്യുന്നൊന്നുമില്ല. റെസൊല്യൂഷൻ ഇത്തിരി കൂട്ടി. കേസ് അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം കാര്യങ്ങൾ ഒക്കെ ഈ മെനു ഒക്കെ ഡിഫറൻസ് തന്നെ ഉള്ളൂ. ഇതിലുള്ള മാപ്പ് കാര്യങ്ങളെല്ലാം CPM 1 തന്നെയാണ്. ഓക്കെ, ഒരു മൾട്ടിപ്ലെയർ പോവുക. ഓക്കെ, ഞാനിതിൽ അവരുടെ കൊടുത്താട്ടോ. എന്തായാലും സിറ്റി സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഓക്കെ, ഈ ഒരു ഇതൊക്കെ ഏകദേശം CPM 1 പോലെ തന്നെ. അത് കണ്ടില്ലേ, പ്ലെയർ ID ഇങ്ങനെ അടിച്ചാൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതായത് ആ ഒരു സംഭവം കോൺസെപ്റ്റ് സെയിം തന്നെ, പക്ഷേ മെനുവിൻ്റെ ഐക്കൺസ് അങ്ങനത്തെ ഡിഫറൻസ് തന്നെ ഉള്ളൂ. ഞാൻ എന്തായാലും സിറ്റി കയറട്ടെ. ഞാനിത് കളിച്ചിട്ടുണ്ട് പണ്ട്, എങ്ങാണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് കളിച്ചിട്ടുണ്ട്, അല്ലാണ്ട് കളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, എന്തായാലും കളിച്ചു നോക്കാം. അതായത് ഞാൻ കയറ്റാൻ കാരണം ഇപ്പം എല്ലാവരും CPM 2 ആണ്. എന്താ ലാഗ് അടിക്കുന്നത്? കേസ് ആരും ആക്കട്ടെ. എനിക്ക് ആരുമാണ് കേസിനെ കളിയാക്കും നിങ്ങൾ. അത് ഒരു വൃത്തിയായിട്ട സംഭവം എന്നറിയാം. എന്നാലും എനിക്ക് സ്റ്റിയറിങ്ങിനേക്കാളും കുറച്ചും കൂടി കംഫർട്ട് ആരുമാണ്. കൊള്ളാം കേസ്. ഗ്രാഫിക്സ് ഒക്കെ എന്തായാലും CPM 2-നേക്കാട്ടിലും ഉണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഞാനൊന്ന് ഹൈ ഇട്ട് നോക്കട്ടെ. ഈ കുട്ടിന് അത്യാവശ്യം ലാഗ് അടിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ലാഗ് അടി ഉണ്ടാവും. ഓക്കെ, എന്തായാലും നോക്കി നോക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു ട്രൈ നടത്താൻ കുഴപ്പമൊന്നുമില്ല അല്ലേ. കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിക്കൊരു ലാഗ് അടി. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, അത് സ്ക്രീൻ റെക്കോർഡിങ് നിർത്തി ആ ലാഗ് മാറിയിരിക്കും. എന്തായാലും കൊള്ളാം. നൈസ്. ഇല്ല, ലാഗ് അടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ CPM 2 ഈ ഒരു ഇതിലെങ്കിലും കളിക്കണം, കാരണം ഇത് ഒരു ഹൈ ഗ്രാഫിക്സ് ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിലും കളിക്കണം. ഓക്കെ, ഇവിടെ വ്യത്യാസമുണ്ട്. ഞാൻ പൈസ എടുക്കട്ടെ. എൻ്റെ ഓർമ്മ വെച്ച് ഇനി കാർ സീലിൻ്റെ അവിടെ 2 എങ്ങാണ്ടുണ്ട്. കുറച്ച് പൈസ എടുക്കട്ടെ. ഓക്കെ, ഞാനാണെങ്കിൽ CPM 1 കുറേ ഇത് കളക്ട് ചെയ്തിട്ട് എന്താണ് 1000 കയറണേ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ. ഇത് ഓരോന്ന് കളക്ട് ചെയ്യണതനുസരിച്ച് അതിൻ്റെ പൈസ ഡബിൾ ആവുമല്ലേ. സ്ഥലമൊക്കെ സെയിം തന്നെയാണില്ലേ, ഗ്രാഫിക്സ് വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എക്സ്ട്രാ കുറേ സ്ഥലങ്ങൾ ഇതിലുണ്ട്. അതെന്തായാലും നമുക്ക് അതൊക്കെ കളിച്ചു നോക്കാം.
ഓക്കെ, അപ്പോൾ അത് എന്തായാലും ഞാൻ CPM2 കയറ്റിയെന്ന് പറയാൻ വന്നതാണ്. കാറ് ഇതിൽ റിയർ വീൽ ഡ്രൈവ് ആ സംഭവമൊന്നും നോക്കില്ലേ? അതവിടെ നോക്കുക. എനിക്കൊരു തേങ്ങ അറിയത്തില്ല കേട്ടോ, ഇപ്പം തന്നെ പറയാം. കുഴപ്പമില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് CPM1 റിയർ വീലിനെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം, കളിക്കാൻ ഇഷ്ടം ഓൾ വീൽ ഡ്രൈവാണൊക്കെ. എന്തായാലും ഞാൻ കയറ്റട്ടെ. ഇവിടെ ആയിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് എൻ്റെ ഓർമ്മയിൽ. ലേഗ് അടിക്കാൻ തുടങ്ങി, ആൾക്കാർ കിടന്ന് ഡ്രിഫ്റ്റ് അടിച്ചിട്ടു. CPM1 പോലെ തന്നെയാണ് ഇവിടെ ഗിഫ്റ്റ് ബോക്സ്. ഞാനിപ്പോൾ വന്നത് ഗിഫ്റ്റ് ബോക്സ് പറക്കാനാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ ഓർമ്മ. അതാ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടു ഞാൻ. യെസ് ലാഗ് അടിക്കുന്നുണ്ട്. ഒരുത്തൻ റെഡ് പുകയും വെച്ച് അവൻ്റെ വണ്ടിയും കൊണ്ട് കടന്ന് വട്ടം തിരിയാണ്. ഇപ്പം 3000 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ CPM1 ഇല്ലേ? എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഉണ്ട്, ഇല്ലേ? ഒരെണ്ണം കൂടി ഈ കാർ സെയിലിൻ്റെ ഏരിയയിലുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്. ഇത് മേവേക്കാണോ എസ് ക്ലാസ് ആണോ? മേവേക്കല്ല. പിന്നെ സംഭവം വ്യത്യാസങ്ങളുണ്ടോ ചോദിച്ചാൽ ആ ഒരു സംഭവം എല്ലാ സംഭവവും സെയിം ആണെങ്കിലും ഇതിൻ്റെ ഐക്കൺസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഈ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഈ ഗിയർ അങ്ങനെ ഈ ഗിയറിൻ്റെ സാധനം ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഐക്കൺസ് ബാക്കിയൊക്കെ കാണാൻ സെയിം തന്നെയാണ്. ഈ ഒരു ഗിയറിൻ്റെ വെച്ച് കൊള്ളാം, വലിയ സീനൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ലാഗ് അടിക്കുന്നുണ്ട്, ഹൈ ഗ്രാഫിക്സും. പിന്നെ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് 3000 രൂപയ്ക്ക് ഇവൻ എന്തുവാടെ? ഇത് എത്ര രൂപയുടെ വണ്ടിയാണ്? വാങ്ങിച്ചേക്കാം, ലാഭമല്ലേ? ആകേസ് അത് 70,000-ൻ്റെ 50,000-ൻ്റെ ഒരു വണ്ടിയാണ് ഞാൻ 3000-ന് വാങ്ങിച്ചത്. ലാഭമാണോ ഗൈസ്? പിന്നെ ഇതിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കൂ. 42,000-ൻ്റെ വണ്ടി കണ്ടില്ലേ? ബ്ലോക്ക്, ഹെഡ്, ഈ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. CPM1 പോലെ വെറുതെ എഞ്ചിനും ടർബോ അങ്ങനെയല്ല. ഇതിൽ ഓരോത്തിനും അതിൻ്റേതായിട്ടുള്ള ഹെഡ് ഗ്യാസ്കറ്റ്, ടർബോ അല്ല, ഇപ്പം കണ്ടില്ലേ? ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. ബ്ലോക്ക്, ഹെഡ്, ഗിയർ ബോക്സ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ ഓൺലൈൻ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചില ആൾക്കാരുണ്ടാക്കണത് ഗെയിമുകാരുടെ കൊടുക്കണതാണെന്ന് എനിക്കറിയത്തില്ല. എൻജിൻസ് ഇങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. വാങ്ങാൻ വെച്ചാൽ നമ്മുടെ ഇതിലുള്ള ഇത്ര കോയിൻസോ പൈസയോ കൊടുത്തിട്ട് എൻജിൻസ് നമുക്കിങ്ങനെ വാങ്ങാൻ പറ്റും. എല്ലാവരും കസ്റ്റമൈസ് ചെയ്ത്, എനിക്ക് തോന്നുന്നത് ആൾക്കാരുണ്ടാക്കുന്നതാണെന്നാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, 4000. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സ്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഇട്ടല്ല രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സ്. എന്തായാലും കുഴപ്പമില്ല, പുറത്തേക്ക് പോവാ. ഇവിടെ നന്നായി ചെയ്യാമല്ലോ, ലാഗ് പിടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നല്ല വണ്ടികളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തിരിയുക. ഓക്കെ, അപ്പോൾ ചാനൽ CPM1 ചെക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ 1 ചെക്ക് ചെയ്യുക. ഓക്കെ, 1 ഞാൻ വലിയ പ്രോ ഒന്നുമില്ല, കുറച്ച് കാറുകളുണ്ട്. ഇവിടെ ഉണ്ടാകും ഗിഫ്റ്റ് ബോക്സ്. 5000 ഇപ്പം 4000 5000 എത്ര കിട്ടി? ഓക്കെ, ഇപ്പം എത്രയുണ്ട്? 11,000. ഞാൻ CPM1 ഓർമ്മയിൽ ഈ ഇത് തൊട്ടാ, പക്ഷെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ സെയിം തന്നെ, പക്ഷെ ആ ഒരു കാണാൻ ചെറിയ ഡിഫറൻസ് ഒക്കെ തന്നെ ഉള്ളൂ. ഇവിടെ വേറൊരു വെള്ള സിവിക്ക് ഉണ്ട്. കൺട്രോൾ ഇത് ഡിയിലോട്ട് ഇടുമ്പോൾ ന്യൂട്രലോട്ട് വീഴുന്നു. കാരണം CPM1 ഞാൻ അങ്ങനെ പിടിച്ചിടുകയാണ്, ഇങ്ങനെ പിടിച്ച് നിർത്തുകയില്ല, അങ്ങനെ പിടിച്ചിടുകയാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഞാനിപ്പോൾ റിവേഴ്സിലാണ് വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ റിവേഴ്സ് എടുത്തു, ഞാനിങ്ങനെ പിടിച്ചിടുക ചെയ്യുക, ഇങ്ങനെ പിടിച്ചിടുക. പക്ഷേ ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ പോയി നിർത്തണം. അപ്പം അത് നീ ശീലമായി വരണം. ഓക്കെ, അപ്പോൾ എൻ്റെ മസിൽ മെമ്മറി അങ്ങനെ ഒന്ന് സെറ്റാക്കണം. എന്തായാലും ഇതൊക്കെയാണ് CPM ഇട്ടു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എൻജിൻ്റെ ആ ഒരു സംഭവം കാണിച്ചു തരാം. നോക്കാം, കാണിച്ചു തരാം.
ഇതിൽ കോയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡെയിലി ടാസ്ക് അതൊക്കെ തന്നെയുണ്ട്. ഈ വണ്ടി സ്റ്റോക്കാണ്, സ്റ്റോക്ക് തന്നെയാവും. ഇതിന് അത്രയായിരുന്നു വില, നോക്കട്ടെ. അതിനെന്തായാലും വില അത്യാവശ്യം ഉണ്ട്. ഇത് 3000-നാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 30,000 ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതെ 80,000-ൻ്റെ വണ്ടിയാണിത്. ചെക്കൻ 3000-ന് കൊടുത്തു, കുഴപ്പമില്ല. എന്തായാലും ഇനി വണ്ടീൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കണം. ഇനി ഞാൻ പറഞ്ഞ ഒരു എൻജിൻ്റെ സംഭവം കാണിച്ചു തരാം. അത് എനിക്ക് കറക്റ്റ് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഒരു എൻജിൻ മാർക്കറ്റ് കണ്ട ഈ സംഭവങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ഇത് കുറേ എൻജിനുകളുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ച് അത് ആൾക്കാരുണ്ടാക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും കണ്ടില്ലേ, കുറേ എൻജിൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് ഇഷ്ടമുള്ള എൻജിൻ ഇങ്ങനെ വാങ്ങിച്ചിടാം. അതൊക്കെയാണ്. ഇതിപ്പോൾ എന്ത് BMW എൻജിനാണ്? വാട്ട് എടാ, BMW എൻജിനാണുള്ളത്. അതിൽ WMW ആണ് കൊടുത്തിരിക്കുന്നത്. VMW, ഇറ്റ്സ് VMW, നോട്ട് WMW. വൈർഷീം എടാ, എല്ലാത്തിലും BMW ആണല്ലോ. വിൻ പവർ ടർബോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനി ഇത് ഹോണ്ട ജാസ് അല്ലേ, ഇത് എനിക്കറിയത്തില്ല ഇത് ഏതാ വണ്ടിന്ന്. ഈ വണ്ടിയുടെ പേരറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിലൊന്ന് തരിക. ഓക്കെ, എൻ്റെ ID എവിടെ നോക്കാം ഞാൻ. ഇപ്പോൾ ID കാണിച്ചേക്കാം. എവിടെ ഐ ഡി എവിടെ നോക്കാം. അതാ കണ്ടില്ലേ, നെക്സ്ട്രോ. ഈ ഒരു സാധനത്തിന് താഴെ ബാക്കിൻ്റെ ഇപ്പുറത്ത് നെക്സ്ട്രോ ID CR347076. അപ്പോൾ ID CR347076. ഓക്കെ, അപ്പോൾ ഫ്രണ്ടാക്കേണ്ടവർ ഫ്രണ്ടാക്കുക, വണ്ടി തരിക. ഓക്കെ, എന്തായാലും വണ്ടി തരിക, അതൊക്കെ ഞാൻ പറയാനുള്ളൂ. എടാ, പിന്നെ എൻ്റെ അടുത്തൊന്ന് M4 തേങ്ങൊന്നും ചോദിക്കേണ്ട. എൻ്റെ കയ്യിലുള്ളത് ആകെ ഹോണ്ടാസ് എന്താണ്, ഈ ഒരു ഹോണ്ടയുടെ വണ്ടിയും പിന്നെ ആ സിവിക്കും മാത്രമേ ഉള്ളൂ. ഇത് ഹോണ്ടയുടെ വണ്ടി തന്നെ ആയിട്ടില്ലേ? ഹോണ്ടയുടെ വണ്ടി തന്നെ. ഇത് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ആരും M4ഉം M5 ഒന്നും ചോദിക്കരുത്. CPM 1 ആണെങ്കിൽ പോലും എൻ്റെ അടുത്ത് ആകെ M5 വരണുണ്ട്. അത് ഞാൻ കൊടുത്ത് M4 ആക്കി. ചിലപ്പോൾ ഞാൻ അത് തിരിച്ച് എൻ്റെ ആ M5 തന്നെ ആക്കാൻ പോകുക, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ CPM 2 ട്രൈ ചെയ്തു. അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ CPM 2 കളിച്ചു, അത് നിങ്ങളൊന്ന് പറഞ്ഞു, പക്ഷെ അത് ഞാൻ വലിച്ചു നീട്ടി, അതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് CPM 2-ലെയും CPM 1-ലെയും വീഡിയോസ് രണ്ടിലെയും വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വരണം. ഓക്കെ, അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ പഠിച്ച് അടിപൊളി ഇതാക്കാം. ഓക്കെ, എന്താ റീഇൻസ്റ്റോൾ ഇൻറ്റീരിയർ സ്ലോട്ട് മാനേജർ. നമുക്ക് 3 വണ്ടിയെ ഒരു ടൈം വാങ്ങാൻ പറ്റുള്ളൂ. അതിന് മേലെ വേണമെങ്കിൽ നമുക്ക് 100 കോയിൻ കൊടുത്ത് ഒരു വണ്ടിയുടെ സ്ലോട്ട് വാങ്ങണം. ഏതാ ഇതിൽ കോയിനൊക്കെ നമുക്ക് ഇങ്ങനെ പൈസ കൊടുക്കണമല്ലോ. ഇതിൽ കോയിൻ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പറ. ഓക്കെ, പിന്നെ ഇനി ഈ വണ്ടീനെ നിങ്ങൾക്ക് കറുപ്പ് കളർ അടിക്കുക, ബാക്കിൽ നെക്സ്ട്രോ എഴുതുക, അതന്നെ ഈ വണ്ടിയിലും ചെയ്യാനുള്ളൂ. പിന്നെ കുറച്ച് ലോവർ ചെയ്താൽ വണ്ടി സെറ്റായി. ഓക്കെ, അതന്നെ ഇപ്പം എൻ്റെ പൈസ വെച്ച് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോസി തന്നെ കൊടുക്കണോ? ഗ്ലോസി വേണം, മെറ്റാലിക് വേണം? മെറ്റാലിക് വേണ്ട, ഗ്ലോസി തന്നെ വേണം. ഇതിൽ ഗ്ലോസി മെറ്റാലിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തന്നിട്ട് വീഡിയോ എന്തായാലും നിർത്താം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇനി ഇത് കണ്ടില്ലേ, റൂംസ് ഇൻറ്റീരിയറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൽ ചില വണ്ടിക്ക് ഇൻറ്റീരിയറും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അത് നല്ലൊരു ഇതായി. പിന്നെ ബ്രേക്സ്, സെറാമിക്, കാർബൺ, അങ്ങനെ എന്തൊക്കെയാണ്, പോലീസ്, വിനിൽസ്. ഓക്കെ, ഇതൊക്കെ ഈ സംഭവങ്ങൾക്ക് സെയിമാണ്. ഐക്കൺസിൻ്റെ അതിൻ്റെ ഷേപ്പും അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു നെക്സ്ട്രോ എഴുതിയ സമാധാനം.
അത്ര വലിപ്പം വേണ്ട, ഇത്തിരി ചെറുതാക്കി നീളം കൂട്ടൽ. ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു റെഡ് വരും, CPM 1 പോലെ. ഞാൻ ഇങ്ങനെ റെഡ് അടിച്ചിട്ട് ഇങ്ങനെ ഒരു കളർ വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് താഴ്ത്തിയാലാണ് കറക്റ്റ് റെഡ് വരിക. അത് ഈ ഒരു ആംഗിൾ നോക്കുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടില്ല, അതിങ്ങനെയാവും ലൈറ്റ് അടിക്കുമ്പോൾ. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഈ ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രോ പിന്നെ ഒന്ന് ലോവർ ഏതാ ഈ വണ്ടി റെഡി. ഗേസ് ഞാനിതിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്യാം, എൻ്റെ കയ്യിൽ അല്ലാണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, ഇതിനത് 6 ഇതിലിടാം. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയും എത്ര 697 697 3.7. ഓക്കെ, രണ്ടും ഇത് 46 46. ഓക്കെ, സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയും ഇത് സിവിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അലോയി കാര്യങ്ങളൊക്കെ മാറ്റി ഫുൾ റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ CPM CPM 2 കളിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM 2ൻ്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീൻ എക്സ്ട്രോവേർട്ടി സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ എക്സ്ട്രോവേർട്ടി സൈനിങ് ഓഫ്.